ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിനർവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൺഫ്യൂസിംഗ് ഫാക്ട് പാർട്ട് 1മായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ PSC എക്സാമുകളിൽ സയൻസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം: കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ? സർ CV രാമൻ. സർ CV രാമൻ്റെ ഫുൾ നെയിം ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. രാമൻ എഫക്റ്റ് കണ്ടെത്തിയത് സർ CV രാമൻ. കണ്ടെത്തിയ വർഷം 1928 ഫെബ്രുവരി 28. 1928 ഫെബ്രുവരി 28 ഓർമ്മയ്ക്കായി ഫെബ്രുവരി 28 നാം ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നു. ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി. കടലാണെങ്കിൽ സർ CV രാമൻ, ആകാശമാണെങ്കിൽ ലോർഡ് റെയ്ലി. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ ധാന്യം? ചോളം. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം? മഞ്ഞൾ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം? 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. വിമാനത്തിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ടാക്കോമീറ്റർ. വിമാനത്തിന്റെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അൾട്ടിമീറ്റർ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം? സിലിക്കൺ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നേതാവ്? VP സിംഗ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് രക്തത്തിലെ RBC സെല്ലിനെ കുറിച്ചും WBC സെല്ലിനെ കുറിച്ചും. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥ രക്താർബുദം അല്ലെങ്കിൽ ലുക്കീമിയ. രക്തത്തിലെ ശ്വേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥ ഏതാണ്? ലൂക്കോപീനിയ. അതുപോലെ PSC എന്നും ചോദിക്കുന്ന ഒരു ആവർത്തന ക്വസ്റ്റ്യനാണ് പഞ്ചസാര. രക്തത്തിലെ പഞ്ചസാര എന്താ അറിയപ്പെടുന്നത്? ഗ്ലൂക്കോസ്. അന്നജത്തിലെ പഞ്ചസാര? മാൾട്ടോസ്. പാലിലെ പഞ്ചസാര? ലാക്ടോസ്. പഴങ്ങളിലെ പഞ്ചസാര? ഫ്രക്ടോസ്. കരിമ്പിലെ പഞ്ചസാര? സുക്രോസ്. അടുത്തതായി PSC എന്നും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ആരാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1985. ആരാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്തത്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം എല്ലാവർക്കും അറിയാമോ? 2007. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ നിറത്തിലുള്ള രക്തമുള്ള ജീവികളെ കുറിച്ചാണ്. നീല നിറത്തിലുള്ള രക്തമുള്ള ജീവി ഏതാണ്? മൊളസ്കുകൾ. പച്ച നിറത്തിലുള്ള രക്തമുള്ള ജീവി ഏതാ? അന്നലിഡുകൾ. പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ്? വെള്ള. അപ്പോൾ ഷഡ്പദത്തിന്റെ രക്തത്തിന്റെ നിറം എന്താണ്? ഷഡ്പദത്തിന്റെ രക്തത്തിന് നിറമില്ല. അടുത്തതായി PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ലോഹം, മനുഷ്യ ശരീരത്തിലെ മൂലകം എന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതായിരിക്കും? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യം. അടുത്തതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ PSC എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം? യുറേനിയം. യുറേനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? യുറേനിയത്തിന്റെ ആറ്റോമിക് നമ്പർ 92. ഭാവിയുടെ ലോകം അല്ലെങ്കിൽ അത്ഭുത ലോകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയം. അപ്പോൾ ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പറോ? 22 ആണ് ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക് നമ്പർ. അതുപോലെ PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ് വെളുത്ത ഫ്ലാഗ്. വെളുത്ത ഫ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയം. ചുവന്ന ഫ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം? വസൂരി. അടുത്ത ചോദ്യം തെർമോമീറ്ററിനെ കുറിച്ചായാലോ? തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. അപ്പോൾ മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. അടുത്തതായി ഗ്രഹങ്ങളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. അങ്ങനെയാണെങ്കിൽ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമോ? വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അങ്ങനെയാണെങ്കിൽ വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം
വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി. അടുത്തത് നമുക്കൊരു ജനറ്റിക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഹർ മെൻഡൽ. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവാണ് പോൾബർ. അങ്ങനെയാണെങ്കിൽ ജീനോമിക്സിൻ്റെ പിതാവ് ആരായിരിക്കും? ജീനോമിക്സിൻ്റെ പിതാവാണ് ഫെഡറിക് സാംഗർ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവാണ് ചാൾസ് ഡാർവിൻ. അങ്ങനെയാണെങ്കിൽ പാലിയന്റോളജിയുടെ പിതാവ് ആരാണ്? പാലിയന്റോളജിയുടെ പിതാവാണ് ലിയനാർഡോ ഡാവിഞ്ചി. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട വിറ്റമിനാണ് എ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കണ്ണിൻ്റെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ഏതാണ്? അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളി ഏതാണ്? രക്തപടലം. ഈ സെഷനിലെ അവസാന ചോദ്യം: ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക കേരളം, പക്ഷെ കേരളമല്ല. ജലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അങ്ങനെയാണെങ്കിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലൊക്കെ ഒരുപാട് വിൻഡ് മില്ലൊക്കെ ഉള്ളത്. വർഷങ്ങളായി PSC ആവർത്തിച്ച് ചോദിക്കുന്ന 70ഓളം ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായി ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.